ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഒരു ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ പ്രോബ്ലം നോക്കി. അപ്പോൾ എല്ലാവരും പറഞ്ഞു എനിക്ക് കോമ്പൗണ്ടിൻ്റെയും ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻസ്റ്റാൾമെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും അതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണുക. വീഡിയോ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. ഇനി ഏതാ ടോപ്പിക് എടുക്കേണ്ടതെന്നൊക്കെ പറയാം. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ഏതാ ടോപ്പിക് എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ അതുപോലത്തെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. സോ നമ്മൾ സാധാരണ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എങ്ങനെയാണ് ചെയ്യുക? ഇപ്പോൾ ഒരു 10% ഇൻട്രസ്റ്റ് നമുക്ക് 2 വർഷത്തേക്കാണെന്ന് വെച്ചാൽ നമ്മൾ പല രീതിയിൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്യാം. സപ്പോസ് ഇങ്ങനെയാണ്, ഒരു 10% നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10% ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നമ്മൾ 2 വർഷത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ പല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യും. സോ ഒരു മെത്തേഡ് നമുക്ക് ഇങ്ങനെയാണ്. എന്താണ് ഈ 10% എന്ന് വെച്ചാൽ 1/10 ആണെന്ന് നമുക്കറിയാം. 10% 1/10 ആണ്. സോ 10% ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് 10 ഉള്ളത് 1 കൂടിയിട്ട് 11 ആയി. ഇത് ആദ്യത്തെ വർഷം. നമ്മുടെ പ്രിൻസിപ്പൽ 10 ആണെങ്കിൽ ഇത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, ഇത് ഫൈനൽ എമൗണ്ട് ആണ്. സോ 10 ഉള്ളത് 1 കൂടിയിട്ട് 11 ആയി എന്നാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിക്കുന്നത്. 2 വർഷത്തെ കേസാണെങ്കിലോ ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്യും അല്ലേ? 10 സ്ക്വയർ 100, 11 സ്ക്വയർ എന്താ 121. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ 2 വർഷത്തെ കേസാണെങ്കിൽ സപ്പോസ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് 100 ആണെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എത്ര കിട്ടും? 121 കിട്ടും. ഇപ്പം നമ്മൾ 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ 121 രൂപ 2 വർഷം കഴിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കാര്യം എടുക്കും. ഇനി നമുക്കിത് 3 വർഷമാണെങ്കിലോ 3 വർഷമാണെങ്കിൽ നമ്മൾ എടുക്കുന്നത് ഇങ്ങനെയാണ്. എന്താ ഇതിൻ്റെ വീണ്ടും 10ൻ്റെ ക്യൂബ് എടുക്കുന്നു. സോ 1000. ഓക്കെ, ഇനിയോ ഇവിടെ 11ൻ്റെ ക്യൂബ് എടുക്കുന്നു. ഇതായിരിക്കും. അപ്പോൾ നോക്കിയേ, 1000 ഉള്ളത് 1331. അപ്പോൾ എത്ര ശതമാനമായി? നമ്മൾ 2 വർഷം ഉണ്ടാകുമ്പോൾ 100 ഉള്ളത് 121 ആയി. അപ്പോൾ 21% 2 വർഷത്തേക്ക് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുക. 1 വർഷത്തേക്ക് നോക്കിയാൽ 10 ഉള്ളത് 11 ആയി, 10%. 2 വർഷത്തേക്ക് 100 ഉള്ളത് 121 ആയി, 21%. 3 വർഷത്തേക്ക് 1000 ഉള്ളത് 1331, 33.1% നമുക്ക് ഇൻട്രസ്റ്റ് ആയി. ഇത് നമ്മൾ ഇൻട്രസ്റ്റിൻ്റെ കാര്യം പഠിക്കുന്നു. ഇനി ഇൻസ്റ്റാൾമെൻറ്റ് കേസ് ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് 10% ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. 10%. സോ നമ്മളിപ്പോൾ എഴുതിയ പോലെ എഴുതുന്നു. എന്താണ്? എമൗണ്ട് 10 ആണെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് 10 ആണെങ്കിൽ ഫൈനൽ എമൗണ്ട് 11. 2 വർഷമാണെങ്കിൽ 100 ആണെങ്കിൽ 121. ഇനി 2 വർഷത്തെ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് 2 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ പേ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്. എന്താണ്? ഇവിടെ ഫൈനൽ എമൗണ്ട് നോക്കാം, 121. നമ്മൾ ഇതിനെ രണ്ടിനെയും സെയിം ആക്കുക. ഇതാണ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് കേസിൽ നിങ്ങൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഇത് രണ്ടും സെയിം ആക്കുക, രണ്ടും 121 തന്നെ ആക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇതിനെ നമ്മളൊരു 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. താഴത്ത് ഓൾറെഡി 121 ആയി. സോ ഇതിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷേ അതിനെ ചെയ്യുന്നതുകൊണ്ട് ഇവിടെയും 11 കൊണ്ട് നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, കാരണം എന്താ? രണ്ടിലും 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ റേഷ്യോ മാറാണ്ടിരിക്കും. 10:11 എന്ന് പറയുന്നത് 2നെയും 11 കൊണ്ട് നമ്മൾ ചെയ്താൽ റേഷ്യോ മാറാണ്ടിരിക്കും. സോ നമുക്ക് ഇതിങ്ങനെ കിട്ടും. അപ്പോൾ എന്താണ് ശരിക്കും കിട്ടുന്നത് നോക്കിയേ, ഇവിടെ 11 ഇൻറ്റു നോക്കിയേ 11 ഇൻറ്റു 10 110 ആകും. അപ്പുറം 121 ആകും. ഇവിടെ നോക്കിയേ 100 ആകും. ഇവിടെ 121 ആകും. സോ അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് 2 വർഷത്തേക്കുള്ള ഓരോ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്ന ഇതാണ് നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എടുക്കുക. ഇതാണ് നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ്. സോ ഇവിടെ ഇത് 121 ആണ് കേട്ടോ. ഓക്കെ, എന്താണ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത്? 121 തന്നെയല്ലേ? ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ്. ഇത് 121 നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയാം. അപ്പോൾ രണ്ടും കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടും? 121 242. ഇതാണ് ഫൈനൽ എമൗണ്ട് ആയിട്ട് പറയുക. 100ഉം ഇതും 210. ഇത് ഇനിഷ്യൽ എമൗണ്ട് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കേസിൽ എടുക്കേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ഔട്ടോ. ഇത് നമ്മുടെ എമൗണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ട്. ഫൈനൽ എമൗണ്ട് എന്ന് പറയുന്നത് 242. ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് 121. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു പെർസെൻറ്റേജ് തന്നാൽ 10% എന്ന് തന്നാൽ 2 വർഷത്തേക്കാണ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് കണ്ടുപിടിക്കേണ്ടത്. 2 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്. സോ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 10, 11, പിന്നെ 100, 121. ഇനി ആ രണ്ടാമത്തെ ഭാഗത്തുള്ളത് രണ്ടും നമ്മൾ സെയിം ആക്കണം. ഇത് രണ്ടും നമ്മൾ സെയിം ആക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്, രണ്ടും സെയിം ആക്കുക. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുക? താഴത്തെ ഓൾറെഡി 121 ആണ്, മേലത്തെ നമ്മളൊരു 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ അതുകൊണ്ട് ഇവിടെ ഒരു 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് നോക്കിയേ, ഈ ടോട്ടലിനെയാണ് നമ്മൾ
ഇനിഷ്യൽ എമൗണ്ട് എന്ന് പറയാം. 210 ഇനിഷ്യൽ എമൗണ്ട്. ഇവിടെ ഇത് രണ്ടും ഇൻസ്റ്റാൾമെൻ്റ് ആണ്, ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 121. ഫൈനൽ എമൗണ്ട് എന്ന് പറയുന്നത് 242. ഓക്കെ, ഇതാണ് ചെയ്യുക. സോ ഇവിടെ നിന്നുള്ള 32 ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എക്സ്ട്രാ ഉള്ള 32 ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തു. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. 2-3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ആൻ ഐറ്റം ബോട്ട് ഓൺ കണ്ടീഷൻ ദാറ്റ് 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് 3993 എന്താണ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പെയ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ്. ഓക്കെ, ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് 3993 ആർ ടു ബി പെയ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആനുവലി ആണ്. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ദ ഐറ്റം? ഓക്കെ, കോസ്റ്റ് ഓഫ് ദ ഐറ്റം ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് ഇത് നോക്കിയേ. 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വാല്യൂ നമുക്ക് തന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 10%. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 10%, 10% എന്ന് വെച്ചാൽ എന്താ? 1/10. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, 1/10. ഇനി നോക്കിയേ, ഇവിടെ നമ്മൾ 10 ഉള്ളത് എന്തായി? 1 കൂടിയിട്ട് 1/10 അല്ലേ? സോ 10 ഉള്ളത് 1 കൂടിയിട്ട് 11 ആയി. അടുത്ത ഇത് 1ാമത്തെ വർഷത്തെ കേസാണ്. 2ാമത്തെ വർഷം നോക്കിയാലോ 10 സ്ക്വയർ. സോ 100 ഉള്ളത് 121 ആയി. അടുത്ത വർഷമാണെങ്കിലോ 1000 ഉള്ളത് 1331 ആയി. ഇനി ഞാൻ പറഞ്ഞു എന്താ? നമ്മുടെ റൈറ്റ് സൈഡിലെല്ലാം ഈക്വൽ ആക്കണം നമ്മൾ. സോ ഇതിനെ നമ്മൾ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? വീണ്ടും ഒരു 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1331 കിട്ടൂ. ഓക്കെ, സോ നമ്മൾ ഇവിടെയും 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മളെന്താ 121 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമ്മൾ ഇവിടെയും 121 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇപ്പോൾ എന്തായി? റൈറ്റ് സൈഡ് ഫുള്ള് സെയിം ആയി, 1331 ആയി എല്ലാ 3 വാല്യൂ. സോ ഇതാണ് നമുക്ക് കിട്ടുക. സോ ഇനി ഇത് നോക്കിയേ, 1210, 1100, 1000 ഇതൊക്കെ കൂട്ടിയാൽ എന്ത് കിട്ടും? 3310 നമുക്ക് കിട്ടും. ടോട്ടൽ എല്ലാം കൂട്ടി ഇവിടെ നോക്കിയേ, 1331 3 പ്രാവശ്യം. സോ എന്ത് കിട്ടി? 3993. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് എന്താണ്? ഇതാണ് നമ്മുടെ ഇനിഷ്യൽ എമൗണ്ട്, ഇതാണ് നമ്മുടെ ഫൈനൽ എമൗണ്ട്. ഓക്കെ, ഇത് പ്രിൻസിപ്പൽ എമൗണ്ട്, ഇത് ഫൈനൽ എമൗണ്ട്, ഇതാണ് നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ്. ഓരോന്നും 1331 ഇൻസ്റ്റാൾമെൻറ്റ്. ഇനി ക്വസ്റ്റ്യനിൽ തന്നെ നോക്കിയേ, ആ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വാല്യൂ നമുക്ക് തന്നു. ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ 1331 എന്ന് പറയുന്ന വാല്യൂ, അതാണ് ഇൻസ്റ്റാൾമെൻറ്റ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നു. എത്രയാണ്? 3993. സോ നമ്മളോട് ചോദിച്ചില്ല എന്താണ്? വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ദ ഐറ്റം? ആ ഐറ്റത്തിൻ്റെ കോസ്റ്റ് ആണ് ചോദിച്ചത്. അതായത് എന്താ? ഇനിഷ്യൽ കോസ്റ്റ്. ഇവിടെ ചോദിക്കുന്നത് എന്താ? ഒരു ഐറ്റം വാങ്ങിയത് ബോട്ട് ആ കണ്ടീഷൻ ദാറ്റ് 3 ഈക്വൽ, അതായത് ആ ഐറ്റത്തിൻ്റെ ഇനിഷ്യൽ കോസ്റ്റ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് ചോദിക്കുന്നത്. 1331 വാല്യൂ നമുക്ക് കിട്ടി. നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താ? 3310 വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സിമ്പിൾ അല്ലേ? ഇനി ഫൈൻഡ് ചെയ്യാമല്ലോ. എങ്ങനെയാണ്? ഒരു യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. 3993 ഡിവൈഡ് ബൈ 1331. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ കിട്ടും. നമുക്ക് വേണ്ട എന്താ? നമുക്ക് വേണ്ടത് 3310 യൂണിറ്റിൻ്റെ വാല്യൂ. സോ ഇൻറ്റു 3310. സിമ്പിൾ അല്ലേ? ഇനിയെന്താ? ഇത് കണ്ടുപിടിച്ചാൽ പോരെ. സോ ഇത് എത്ര പ്രാവശ്യം ഉണ്ട്? ഇത് കട്ട് ചെയ്യാം, 3 പ്രാവശ്യം. സോ 3 ഇൻറ്റു ഈ വാല്യൂ ചെയ്താൽ ആൻസറായി. എത്ര കിട്ടും? 9930. സോ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ കോമ്പൗണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമ്മൾ പഠിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണാം കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോ ഉണ്ട് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 പ്രാവശ്യം 3 ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിൽ നമ്മൾ 3 പ്രാവശ്യം എഴുതാം. എന്നിട്ട് റൈറ്റ് സൈഡ് ഫുള്ള് സെയിം ആക്കുക. പക്ഷേ റൈറ്റ് സൈഡ് മാത്രം ആക്കിയാൽ പോരാ, റൈറ്റ് സൈഡിൽ എന്ത് ഓപ്പറേഷൻ ചെയ്യുന്നു അത് ലെഫ്റ്റ് സൈഡിലും നമ്മൾ ചെയ്യണം. ഓക്കെ, സോ അങ്ങനെയാണ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, എ സം ഓഫ് 66,550 എന്ന് പറയുന്നത് ടേക്കൺ ആസ് എ ലോൺ ആണ് ആൻഡ് ഇറ്റ് ഈസ് ടു ബി റീപെയ്ഡ് ഇൻ 2 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 20%. സോ 20% കാണുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 20% എന്ന് വെച്ചാൽ 1/5 ആണ്. ഓക്കെ, 20% 1/5. സോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താ? 5 ഉള്ളത് 6 ആകും. അപ്പോൾ ആദ്യത്തെ വർഷം 5 ഉണ്ട്, 2ാമത്തെ വർഷം അത് 6 ആയി. സോറി, ആദ്യത്തെ വർഷം എമൗണ്ട് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് 5 ആണെങ്കിൽ അത് ആദ്യത്തെ വർഷം കഴിയുമ്പോൾ എന്തായി? 6 ആയി. 1 ഇൻട്രസ്റ്റ് ആയി കിട്ടി. അതായത് 20%. 5ൻ്റെ 20% 1 ആണ്. ഓക്കെ, 2ാമത്തെ വർഷം എന്തായി? നമ്മൾ സ്ക്വയർ ചെയ്യണം. 25 36. അതായത് ഇനീഷ്യൽ എമൗണ്ട് 25 ആണെങ്കിൽ 2 വർഷത്തിന് ശേഷം 36 ആവും. അതാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, 3 ഇപ്പം എത്ര വർഷത്തേക്കാണ്?
റീപേ 2 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് 2 പ്രാവശ്യം കണ്ടുപിടിച്ചാൽ മതി. ഇനി ഞാൻ പറഞ്ഞു റൈറ്റ് സൈഡ് നമ്മൾ സെയിം ആക്കുക. അപ്പോൾ ഇൻറ്റു 6 ചെയ്താൽ 2 36 ആകും. അവിടെ 6 ചെയ്തുകൊണ്ട് ഇവിടെയും 6 ചെയ്യണം. ഇനി എന്ത് ചെയ്യണം? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വാല്യൂ. ഇൻസ്റ്റാൾമെൻറ്റ് എന്താണ്? 36 ഇൻസ്റ്റാൾമെൻറ്റ്, അതിൻ്റെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താ? ഒരു സമ്മ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്, അതെന്താണ്? അപ്പോൾ സമ്മ് എന്താണ്? ഇനിഷ്യൽ എമൗണ്ട് അതെന്താണ്? നോക്കിയേ, 5 30 25 50. ഇതാണ് നമ്മുടെ ഇനിഷ്യൽ 55. ഇതാണ് നമ്മുടെ ഇനിഷ്യൽ എമൗണ്ട് എന്ന് പറയുന്നത്. സോറി, എത്ര? 55. ഇതാണ് ഇനിഷ്യൽ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 55ൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ള എന്താണ്? 66,550. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താ? 36ൻ്റെ വാല്യൂ, ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വാല്യൂ. സിമ്പിളല്ലേ? നോക്കിയേ, ഇവിടെ തന്നിട്ടുള്ളത് 55 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 66,550 നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് 36 യൂണിറ്റിൻ്റെ വാല്യൂ ആണ്. സോ എങ്ങനെ ഫൈൻഡ് ചെയ്യാം? 66,550 ഡിവൈഡ് ബൈ 55, ഒരു യൂണിറ്റിൻ്റെ വാല്യൂ, ഇൻറ്റു 36 ചെയ്താൽ 36 യൂണിറ്റിൻ്റെ വാല്യൂ. 36 യൂണിറ്റാണ് നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇത് കട്ട് ചെയ്യാം നമുക്ക്. 11 കൊണ്ട് നോക്കിയാൽ 5 ടൈംസ്, 11 കൊണ്ട് നോക്കിയാൽ 6 പ്രാവശ്യം പോകില്ല, 0. 5 പ്രാവശ്യം അഗൈൻ 0. സോ 5 കൊണ്ട് കട്ട് ചെയ്യാം. 5 കൊണ്ട് കട്ട് ചെയ്താൽ എന്താ? ഒരു പ്രാവശ്യം, പിന്നെന്താണ് 10ൽ 2 പ്രാവശ്യം, 1 0. സോ ഇതാണ് കിട്ടുക. 121 ഇൻറ്റു 30, അതായത് എന്താ കിട്ടുക? 1210 ഇൻറ്റു 36. എങ്ങനെ കിട്ടും? ആദ്യം നമുക്ക് 30 കൊണ്ട് ഇതിനെ കട്ട് ചെയ്യാം. 3 എന്താ കിട്ടും? 0 3 6. എഗെയിൻ 6 എന്താ? 6 കൊണ്ട് നോക്കിയാൽ എന്താ? 6 2 7. സോ 6 5 3 4. സോ ആൻസർ എന്ത് കിട്ടും? 43560. ഉണ്ടോ? ആൻസർ ഉണ്ടോ? 43560. ഓപ്ഷൻ എ അല്ലേ? ഓക്കെ, 43560. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് കേസ് ചെയ്യുന്നത്. സെറ്റല്ലേ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. റൈറ്റ് സൈഡ് കംപ്ലീറ്റ് ഈക്വൽ ആക്കുക. എന്നിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതാണ് ഫൈനൽ എമൗണ്ട്. ഇത് കൂട്ടി കിട്ടുന്നത് 36 72 ഫൈനൽ എമൗണ്ട്. ഇത് ഇനിഷ്യൽ എമൗണ്ട്, ഇത് ഇൻസ്റ്റാൾമെൻറ്റ് 36. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ കേസാണ്. ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താണ്? A loan of 2,550 is to be repaid in 2 equal half yearly installment. ഓക്കെ, ഹാഫ് ഇയർലി ആയിട്ടാണ്. 2 ഇൻസ്റ്റാൾമെൻ്റ് ആണ്, ഹാഫ് ഇയർലി ആണ്. ഇഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി അറ്റ് ദ റേറ്റ് ഓഫ് 8% per annum. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് 8% per annum ആണ്. സോ നമുക്ക് എത്രയാണ്? 8% per annum ആണ്, 4% ആയിരിക്കും. ഓക്കെ, 4% നമുക്ക് അങ്ങനെ എഴുതാം. എന്താണ്? 1/25 എന്ന് എഴുതാമല്ലോ. 4%-ന് 1/25 എന്ന് എഴുതാം. സോ ഇതിന് നമുക്ക് എങ്ങനെ പറയാം? നമ്മൾ നേരത്തെ എഴുതിയ പോലെ ആണെങ്കിൽ 25 ഇനിഷ്യലി ആണെങ്കിൽ 26 ആയി ഒന്നാമത്തെ വർഷം. രണ്ടാമത്തെ വർഷം ആണെങ്കിലോ 2 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണെന്ന് പറയുന്നു. സോ ഹാഫ് ഇയർലി ആണ്. സോ ആദ്യത്തെ ഹാഫിൽ 4%, 25 ഉള്ളത് 26 ആയി. അടുത്ത ഹാഫിൽ 25ൻ്റെ സ്ക്വയർ 625, അല്ലെങ്കിൽ 25ൻ്റെ സ്ക്വയർ 26ൻ്റെ സ്ക്വയർ 676. ഓക്കെ, രണ്ടാമത്തെ വർഷം ഇതാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡ് ഈക്വൽ ആക്കണം. സോ ഇതിനെ വീണ്ടും ഒരു 26 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടും 676 കിട്ടും. സോ ഇവിടെയും നമ്മൾ 26 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോ 25 × 26 നമുക്ക് എന്ത് കിട്ടും? 650 കിട്ടാം. 650. സോ 25 × 25 നമുക്ക് 625, 25 × 26 650 കിട്ടുക. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി കൂട്ടി നോക്കിയാലോ? 650ഉം 625ഉം 1275 കിട്ടുക. 1275. നമ്മളോട് ചോദിച്ചില്ല എന്താണ്? ഹൗ മച്ച് ഈസ് ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ്. ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. ഇൻസ്റ്റാൾമെൻറ്റ് ഇതാണ് നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ്. 676ൻ്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യണം. നമുക്ക് തന്നിട്ടുള്ള ഒരു ലോൺ എടുത്തത് ഇനിഷ്യൽ എമൗണ്ട് തന്നു, അതല്ലേ നമ്മുടെ ഇതല്ലേ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ നമുക്ക് തന്നു. എന്താണ്? 1275ൻ്റെ വാല്യൂ നമുക്ക് 2550 ആണെന്ന് തന്നു. ഓക്കെ, ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് 2550 ആണെന്ന് തന്നത്. സോ നമുക്ക് എന്ത് വേണം? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 676ൻ്റെ വാല്യൂ ആണ്. എങ്ങനെ ചെയ്യാം? 2550 ഡിവൈഡ് ബൈ 1275 ഇൻറ്റു 676. ഇതെല്ലാവർക്കും കൺവേർഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 1275 എന്ന് പറയുന്ന യൂണിറ്റ് 2550 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു യൂണിറ്റിൻ്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കുന്നു. 2550 ഡിവൈഡ് ബൈ 1276. ഇനി
676 യൂണിറ്റ് വേണം. സോ നമ്മൾ രണ്ട് സൈഡിലും 676 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണ് ഇത് കിട്ടിയത്. ഇനി എന്താണ്, സിമ്പിൾ അല്ലേ, നമ്മളിതാ ഇതും 2 ടൈംസ് അല്ലേ, 2 ടൈംസ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടും, 1352 അല്ലേ, 1352. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്, സിമ്പിൾ അല്ലേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസ്. സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാം. സെറ്റാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 1352. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളോട് ഒരു കുട്ടി അയച്ചു തന്നെയാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യാം കേട്ടോ. മാക്സ് ബൈ ഹരി എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിൽ സെൻഡ് ചെയ്യാം കേട്ടോ. മാക്സ് ബൈ ഹരി. സോ അതിലേക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ചോദിച്ചാണ്. സോ ഇവിടെ നോക്കിയേ, എ മാൻ ബോറോഡ് സം മണി ആൻഡ് റിട്ടേൺഡ് ഇറ്റ് ഇൻ 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്. എത്രയോ ബോറോ ചെയ്തു, എന്നിട്ട് എന്താ 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുത്തു. എത്രയാണ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത്? 19,965. അതാണ് ഇൻസ്റ്റാൾമെൻറ്റ്. ഇഫ് ദ റേറ്റ് ഓഫ് ദ ഇൻട്രസ്റ്റ് വാസ് 40% പെർ ആനം. 40% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. കോമ്പൗണ്ട് ക്വാർട്ടർലി ആണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, 10% ആയിരിക്കില്ലേ, 40% ഇയർലി ആണ്. ക്വാർട്ടർലി ബൈ 4 ചെയ്താൽ അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10% 40% അല്ല, കാരണം ഹാഫ് ഇയർ നമ്മളെന്താ കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണ് 10%. സോ നമുക്കെന്താ 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. 10% ഉള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. എന്താണ്, 10 ഉള്ളത് 11 ആകും. രണ്ടാമത്തെ വർഷം 100 ഉള്ളത് 121 ആകും. മൂന്നാമത്തെ വർഷം 1000 ഉള്ളത് 1331. ഒരുപാട് നമ്മൾ ചെയ്ത കാര്യമാണ്. ഇനി എന്ത് ചെയ്യണം, റൈറ്റ് സൈഡ് ഫുള്ള് നമ്മൾ ഈക്വൽ ആക്കണം. ഇവിടെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1331 ആകും. ഇവിടെ 121 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അറിയാമല്ലോ. കാരണം എന്താ, ആദ്യത്തെ 11, രണ്ടാമത്തെ 11 സ്ക്വയർ, മൂന്നാമത്തെ 11 ക്യൂബാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമ്മൾ 121 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നമ്മൾ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സെയിം ആയില്ലേ? ഇനി ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 3310 കിട്ടുക അല്ലേ. 1000, 1100, 1210. ഓക്കെ, 1310 കിട്ടും. ഇവിടെ 3000 നമ്മൾ നേരത്തെ ചെയ്തില്ലേ, 3331 ഇൻറ്റു 3 ചെയ്താൽ പോരെ. ഇത് കൂട്ടുന്നതിന് പകരം എന്ത് കിട്ടും? 3993 ആണ് കിട്ടുക. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഹൗ മച്ച് ഇൻട്രസ്റ്റ് ഡിഡ് ഹി പേ, ഇൻട്രസ്റ്റ് എത്ര കൊടുത്തു എന്നാണ്. ഇവിടെ ഞാൻ പറഞ്ഞു എന്താണ്, ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇനിഷ്യലി ഉള്ള എമൗണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ട്. ഇതെന്ന് പറയുന്നത് എന്താ, ഫൈനൽ എമൗണ്ട്. അതായത് നമ്മുടെ ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയ എമൗണ്ടാണ്. പ്രിൻസിപ്പൽ എമൗണ്ട്, ഫൈനൽ എമൗണ്ട്. ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? ഇന്ന് മൈനസ് ചെയ്താൽ പോരെ. ഡിഫറൻസ് എത്രയാണ്? അതാണ് ഇൻട്രസ്റ്റ്. എത്രയാ? 683. ഡിഫറൻസ് നോക്കിയേ, 683 അല്ല, അതായിരിക്കും ഇൻട്രസ്റ്റ്. ഇത് നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ്. ആ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നോക്കിയേ, 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വാല്യൂ തന്നു. സോ നമുക്ക് തന്നിട്ടുള്ള വാല്യൂ എന്ന് പറയുന്ന 1331 വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ള 19,965 എന്ന് പറയുന്നത്. സോ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താ, 683 യൂണിറ്റിൻ്റെ വാല്യൂ ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര എടുത്തു. ഇതാണ് ഇൻട്രസ്റ്റ്, ആ ഡിഫറൻസ്. സോ അതെത്രയാണ്? 683 യൂണിറ്റ്. സോ എന്ത് കിട്ടി? 19,965 നമ്മൾ 1331 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് 683 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നോക്കിയാൽ എത്ര പ്രാവശ്യമുണ്ട്? ഒരു പ്രാവശ്യം. സോ 5 ടൈംസ്. ഓക്കെ, 15 ഇൻറ്റു. സോ ഇതാണ് നമുക്ക് കിട്ടുക, 15 ഇൻറ്റു 683. സോ ലാസ്റ്റ് 5 വരുന്ന എല്ലാ വാല്യൂ 5 ആണ് കേട്ടോ. സോ നമുക്ക് എന്താ, ആദ്യം 10 കൊണ്ട് ചെയ്യാം, പിന്നെ 5 കൊണ്ട് ചെയ്യാം. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 6830 ഇൻറ്റു 5, 5, 4, 2, 10. ഇതാണ് നമ്മുടെ ആൻസർ കിട്ടുക, ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, 10,245. ഏതാണ്? ഓപ്ഷൻ എ ആണ്. 10,245 ഓപ്ഷൻ എ ആണ്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ വീഡിയോ
ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. സോ ഇനി ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇപ്പോൾ നമ്മളെന്താ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ മാത്സ് ബൈ ഹരി എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ സെൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ക്ലാസ് കാണാം.